ജനസംഖ്യയുടെ 1% മാത്രമായ ആ സമ്പന്നനെക്കുറിച്ച് അറിയാൻ ഏതൊരു ദരിദ്രനും ഇന്ന് സൗകര്യമുണ്ട്. അവരുടെ ആഡംബരത്തെക്കുറിച്ച് ചിന്തിച്ച് കളയുന്നത് സ്വന്തം സ്വപ്നങ്ങളെ തകർത്ത് കളയും. സമന്ത റൂത്ത് പ്രഭു 100% ശരിയായ കാര്യം തന്നെയാണ്. ഇന്നറിയാൻ ധാരാളം സൗകര്യമുണ്ട്. ഇന്നത്ര കണക്കുകളുണ്ട്. സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഇത്ര ഇൻകമുണ്ട് യൂട്യൂബേഴ്സ്, അതുപോലെ തന്നെ വലിയ സമ്പന്നരെക്കുറിച്ച്. അപ്പോൾ അവരെ കുറിച്ച് ഇങ്ങനെ ഓർത്ത് നമുക്കൊരു ലൈഫുണ്ട് അപ്പോൾ അവരെപ്പോലെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. നമുക്ക് അങ്ങനെ ഒരു സമ്പന്നത ലൈഫ് കിട്ടിയില്ലല്ലോ, ഞാനിവിടെ ജനിച്ചു പോയല്ലോ, അങ്ങനെ ഓർത്ത് നമ്മുടെ ഡ്രീംസ് എല്ലാം പഴി പറഞ്ഞിരിക്കും കുറേ ആൾക്കാർ. പക്ഷേ ഈ സമ്പന്നർ എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, പകുതി പേരും ഇതേ നമ്മളെക്കാളും മോശപ്പെട്ട അവസ്ഥകളിൽ നിന്ന് വന്ന് സമ്പന്നരായവരാണ്. അപ്പോൾ അവർ മറ്റുള്ളവരെ ഓർത്ത് ഈഗോ അടിച്ചിരുന്നില്ല. കാരണം അവരുടെ ഒരു രീതി ആവണമെന്ന് അവർ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം. പക്ഷെ അവരെ ഓർത്ത് അസൂയപ്പെട്ടോ അല്ലെങ്കിൽ വിഷമിച്ചിരുന്നോ ഇരുന്നുകൊണ്ടിരുന്നില്ല, അവർ പ്രയത്നിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ അവരെക്കുറിച്ച് അയ്യോ അതെനിക്ക് കിട്ടിയില്ലല്ലോ, അവരുടെ ഭാഗ്യമില്ലല്ലോ, അവരെന്ത് ഭാഗ്യവന്മാരാണെന്ന് ഓർത്തുകൊണ്ടിരുന്നാൽ നമ്മൾ ഒരിടത്തും മുന്നേറില്ല. നമ്മൾ അവരെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ അവരെ പോലെ ആവണം എന്നുള്ള രീതിയിൽ കഠിനമായിട്ട് നമ്മൾ പ്രയത്നിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനാവും. അതിലോർത്ത് അവരെ ഓർത്ത് ആ കുടുംബത്തിൽ ജനിച്ചില്ലല്ലോ, അവരുടെയൊക്കെ ഭാഗ്യം എന്ന് ഓർത്തുകൊണ്ടിരുന്നാൽ നമുക്കൊരു ഭാഗ്യമോ നമുക്കൊരു മുന്നേറ്റമോ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും സാമന്ത പറഞ്ഞത് റൈറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്.